ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ അവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ചോദ്യങ്ങളിൽ നിന്നും പഠിക്കാമെന്നതാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അതായത് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, ആ ഓരോ ചോദ്യങ്ങൾ എടുക്കും, അതിൻ്റെ വിശദമായ പഠനവുമാണ്. ഒന്നാമത്, പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ, ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 1 ഒഴികെ 2, 3, 4 ആണ്. 2, 3, 4 കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ. അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ഓക്കെ, പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് നോക്കാം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24-നാണ്. 1885 മെയ് 24-ാം തീയതിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിക്കുന്നത്. ജന്മസ്ഥലം ചോദിച്ചാൽ ചേരാനല്ലൂർ, എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ മെയ് 24-ാം തീയതി 1885 മെയ് 24-ാം തീയതിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിക്കുന്നത്. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം. എന്താണ് സാഹിത്യ കുടീരം? അപ്പൊ സാഹിത്യ കുടീരം ആരുടെ വീട്ടുപേരാണ് എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ആണ്. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. ബാല്യകാല നാമം ശങ്കരൻ എന്നാണ്. കറുപ്പന്റെ ബാല്യകാല നാമം എന്താണ്? ശങ്കരൻ. കറുപ്പന്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ. പണ്ഡിറ്റ് കറുപ്പന്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യകാല ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ കുറുപ്പ്. ആരാണ് ആദ്യകാല ഗുരു? അഴീക്കൽ വേലുവൈദ്യൻ കുറുപ്പാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭയാണ്. സ്ഥാപിച്ചത് 1912-ലാണ്. കല്യാണദായിനി സഭ സ്ഥാപിക്കുന്നത് 1912. കൃഷ്ണാദി ആശാനും പണ്ഡിറ്റ് കറുപ്പനും കൂടി കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913-ലാണ്. കൃഷ്ണാദി ആശാനും പണ്ഡിറ്റ് കറുപ്പനും കൂടി കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913. കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്. കവി തിലകൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെട്ടിരുന്നത്. ഈ പണ്ഡിറ്റ് കറുപ്പന് കവി തിലകൻ എന്ന പട്ടം നൽകിയതാരാണ്? അത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് കവി തിലകം എന്ന പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവ്. പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് 1922-ലാണ്. പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിക്കുന്നത് 1922-ലാണ്. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925-ലാണ്. 1913 കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയ സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയ സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കൊടുങ്ങല്ലൂരിൽ കല്യാണദായിനി സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കൊടുങ്ങല്ലൂരിൽ കല്യാണദായിനി സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികളാണ് ഉർവശി, ജാതിക്കുമ്മി, ബാലോദ്യാനം, ധീവരതരുണിയുടെ വിലാപം, സൗദാമിനി, ശകുന്തള, പാവങ്ങളുടെ പാട്ട്, ചിത്രലേഖ, സുഗത സൂക്തം, കാളിയമർദ്ദനം തുള്ളൽ എന്നിവ. ഇതിൽ ജാതിക്കുമ്മി ഒരു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ധീവരതരുണിയുടെ വിലാപം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പാവങ്ങളുടെ പാട്ട് ഓർത്ത് വെക്കുക. ചിത്രലേഖ ചോദിച്ചിട്ടുണ്ട്. കാളിയമർദ്ദനം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. മറ്റൊന്ന് നോക്കുക: ഉർവശി, ജാതിക്കുമ്മി, ബാലോദ്യാനം, ധീവരതരുണിയുടെ വിലാപം, സൗദാമിനി, ശകുന്തള, പാവങ്ങളുടെ പാട്ട്, ചിത്രലേഖ, സുഗത സൂക്തം, കാളിയമർദ്ദനം തുള്ളൽ. ഇനി പണ്ഡിറ്റ് കറുപ്പന്റെ നാടകങ്ങൾ ചോദിച്ചാൽ പഞ്ചവടി, ലങ്കാമർദ്ദനം, ബാലകലേശം, എഡ്വേർഡ് വിജയം. ഇതിൽ ലങ്കാമർദ്ദനവും ബാലകലേശവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പഞ്ചവടിയും പഠിച്ചു വെക്കുക. പഞ്ചവടി, ലങ്കാമർദ്ദനം, ബാലകലേശം, എഡ്വേർഡ് വിജയം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ചോദിച്ചാൽ അത് ലങ്കാമർദ്ദനമാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയും എഴുതിയ കേരളത്തിലെ ആദ്യത്തെ കൃതി അതാണ് ജാതിക്കുമ്മി. തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയും എഴുതിയ കേരളത്തിലെ ആദ്യത്തെ കൃതി ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം 1938 മാർച്ച് 23. 1938 മാർച്ച് 23 ഓക്കെ. അടുത്തത് ചോദ്യം: കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 3 ഇപ്പോൾ ജലഗതാഗതമാണ്. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. അതായത് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗം ജലഗതാഗതമാണ്. പൊതുവായ മേന്മകൾ: ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതം, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതെന്നൊക്കെയാണ്. ജലഗതാഗതത്തെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഉൾനാടൻ ജലഗതാഗതവും മറ്റൊന്ന് സമുദ്ര ജലഗതാഗതവും. ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതം. നദികൾ, കായലുകൾ, കനാലുകൾ. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളാണ് ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയവയാണ്.
ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും, ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ എന്നിവയാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും, ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെ 891, സതിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ അത് നീണ്ടിട്ടുണ്ട്. അടുത്തത് ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളിലായി കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ. കൃഷ്ണ ഗോദാവരി നദികളിലായി കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ദേശീയ ജലപാത 4. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയാണ് ദേശീയ ജലപാത 5 എന്ന് പറയുന്നത്. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും മാത്രമല്ല ഉൾനാടൻ മത്സ്യസമ്പത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. താഴെ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ നോക്കാം. കാണ്ടില, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി. തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത. ഇപ്പം നമുക്ക് വിഴിഞ്ഞത്തെ കൂടി പറയാം. അപ്പോൾ കാണ്ടില, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഇന്ത്യയുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഗുജറാത്തിലെ കാണ്ടില, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, പിന്നെ അവിടുന്ന് തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത എന്നിങ്ങനെ വരും. ഓക്കെ, ഇനി വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാവും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്ത ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽപാതയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും ഈ 2 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമാകാൻ ഈ ഒരു ഇത് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്